പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട വിധിയിലേക്ക് നമ്മൾ പോകുന്നു. ഇഡിക്ക് തുടരാം. ഇഡിക്ക് CMRL കേസിൽ അന്വേഷണം തുടരാമെന്നുള്ള പ്രധാന വാർത്ത ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ആദ്യം പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇഡിക്ക് CMRL കേസിൽ അന്വേഷണം തുടരാം. സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നു. CMRLുമായി ബന്ധപ്പെട്ട ഈ കള്ളപ്പണ ഇടപാടിൽ ഇഡിക്ക് അന്വേഷണം തുടരാം. ഇഡിക്ക് പച്ചക്കൊടി, ഗ്രീൻ സിഗ്നൽ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിംഗിൾ ബെഞ്ച് വിധി ശരിവച്ചിരിക്കുന്നു. തുടർ നീക്കത്തിന് ഇഡി CMRLനും വീണ ടിക്കും കുരുക്കാവുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. വളരെ പ്രധാനപ്പെട്ട വിധിയാണ്. CMRL കൊടുത്ത അപ്പീലിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ശ്യാം ദേവരാജ്, CMRLനെതിരായ ഇഡി അന്വേഷണം തുടരാം. സിംഗിൾ ബെഞ്ച് വിധി ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇഡി അന്വേഷണം തുടരാം. വീണയ്ക്ക് സമൻസ് പോകുമോ എന്നുള്ളതാണ് അടുത്തത് അറിയേണ്ടത്. രാഹുൽ നവീൻ ഇപ്പോൾ കൊച്ചി തന്നെയുണ്ട്. സായി നമുക്കൊപ്പമുണ്ട്. സായി, സിംഗിൾ ബെഞ്ച് വിധി ശരിവച്ചിരിക്കുന്നു. ഇഡി അന്വേഷണം തുടരാവുന്നതാണ് എന്നതാണ്. എന്നാൽ CMRL കോടതിയിൽ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ വാദം തള്ളിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇഡിക്ക് അന്വേഷണം തുടരാമെന്നുള്ളതാണ്. എന്തെങ്കിലും ഉപാധികളോ മറ്റോ പറയുന്നുണ്ടോ? അതല്ല ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന ഒറ്റവാക്കിൽ വിധിയാണോ? ഡോക്ടർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CMRLനെ സംബന്ധിച്ച് ഇരട്ട തിരിച്ചടിയാണ് അല്പസമയം മുമ്പ് ഹൈക്കോടതിയിൽ ഉണ്ടായത്. അത് ഒന്നാമത്തേത്, CMRL സിംഗിൾ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. മാത്രമല്ല, ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ECIR രജിസ്റ്റർ ചെയ്ത നടപടി ശരിയാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നു. മാത്രമല്ല, സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. രണ്ടാമത്തേത്, ഈ വിധി പ്രസ്താവം പൂർത്തിയായപ്പോൾ തന്നെ CMRL ആവശ്യപ്പെട്ട കാര്യം 2 ആഴ്ചത്തേക്ക് തൽക്കാലത്തേക്കെങ്കിലും അപ്പീൽ നൽകുന്ന കാലയളവിലേക്ക്, സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാലയളവിലേക്ക് അന്വേഷണം തടയണം എന്നൊരു ആവശ്യം ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ CMRLന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. ഈ വാദവും ഹൈക്കോടതി തള്ളുകയാണ്. ഈ ആവശ്യവും ഹൈക്കോടതി തള്ളുകയാണ്. അത്തരമൊരു ഇടക്കാല ഉത്തരവ് നൽകാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അതായത്, ഇന്ന് ഒരു വിധി പറയുമ്പോൾ അത് CMRLനെ സംബന്ധിച്ച് ഇരട്ട തിരിച്ചടിയാണ്. CMRLന്റെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളിൽ, അത് CMRL എക്സാലോജിക് കരാർ ഉൾപ്പെടെയുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം ഇഡിക്ക് അന്വേഷണം നടത്താം. ആ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അതിൽ നിയമപരമായി യാതൊരു തടസ്സങ്ങളുമില്ല. അത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അന്വേഷണമാകാം. അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇഡിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ